പിണറായിയെ കണ്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞില്ല. നിർമ്മല സീതാരാമൻ ഇന്ന് രാജ്യസഭയിൽ കേരളത്തെ കൊല വിളിച്ചിട്ടുണ്ട്. കേരളത്തെ അല്ല, കേരളത്തിലെ ഭരണത്തെ. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം സംബന്ധിച്ച് നിർമ്മല സീതാരാമൻ പറഞ്ഞിരിക്കുന്നത്, ബസ്സിൽ നിന്ന് ഒരാൾ ഒരു ലഗേജുമായിട്ട് ഇറങ്ങിയാൽ ഉടനെ നോക്കുകൂലി ചുമത്തുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് പിണറായി വിജയൻ്റെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർമ്മല സീതാരാമൻ കേരള ഹൗസിലെത്തി. ഗവർണറും ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ തോമസ് മാഷും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ പ്രഭാത ഭക്ഷണവും ദോശയും ഇഡ്ഡലിയും ഒക്കെ കഴിച്ചു പിരിഞ്ഞു. പിണറായി ചോദിച്ച 13,000 കോടിക്ക് പകരം ഒരു 6,000 കോടി അടുത്ത് രൂപ വായ്പ എടുക്കാനുള്ള അനുമതിയും കൊടുത്തു. കേരളം മാർച്ച് 31 വരെ രക്ഷപ്പെട്ടു. അപ്പോൾ അതൊരു വലിയ വിവാദമാകുന്നുണ്ട്. കാരണം അസാധാരണമായ ഒരു സംഭവമാണ്. കേരളത്തിന് പണം വേണം, അതിന് ധനകാര്യമന്ത്രിയെ കാണണം, അതൊക്കെ പതിവ് ശൈലിയാണ്. സംസ്ഥാന ധനകാര്യമന്ത്രി ഇല്ലായിരുന്നു, നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചതാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ കീഴിലാണ് SFIO, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്ന ഏജൻസി ഉള്ളത്. ആ ഏജൻസി പിണറായി വിജയൻ്റെ മകൾക്കെതിരെ ഒരു കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വകുപ്പിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളെ പ്രഭാത ഭക്ഷണത്തിന്, സ്വകാര്യ സന്ദർശനത്തിന് വിളിക്കുന്നത് മര്യാദയാണോ എന്ന് ചോദിച്ച് ഞെട്ടിച്ചത് BJPയുടെ കേരളത്തിലെ നേതാക്കന്മാരിൽ ഒരാളായ മുൻ ADGP ജേക്കബ് തോമസ് ആണ്. അദ്ദേഹത്തിന് പിണറായിയോടുള്ള ശത്രുത വളരെ വിഖ്യാതമാണ്, പിണറായിക്ക് അദ്ദേഹത്തോടും. ഏതായാലും വല്ലാതെ ഒരു കുഴമറിയുന്ന ഒരു വിവാദമായി ഇത് മാറിയിട്ടുണ്ട് ഈ കൂടിക്കാഴ്ച. അത് VD സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള പ്രതിപക്ഷവും ഏറ്റെടുക്കുന്നു. നിർമ്മല സീതാരാമൻ പ്രോട്ടോകോൾ ലംഘിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ വല്ല സംഭവം ഉണ്ടോ? പ്രോട്ടോകോൾ ലംഘനം ഇല്ല അതിൻ്റെ അകത്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ഒരു സ്ഥലത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഒരാളെ, ഇതെനിക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, മുഖ്യമന്ത്രിയായിരുന്ന ഒരാളെ കേന്ദ്രത്തിൽ മന്ത്രിയാകുന്നു എന്നിരിക്കട്ടെ, അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്ക് കൊടുക്കും. അല്ലാതെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് സഹമന്ത്രി ഒന്നും ആക്കി സാധാരണഗതിയിൽ ഒതുക്കുകയൊന്നുമില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഒരു മുഖ്യമന്ത്രി കേന്ദ്രത്തിലെ ക്യാബിനറ്റ് മന്ത്രിയുമായിട്ട് ഒരു തുല്യതയുണ്ട് അതിൻ്റെ അകത്ത്, ഈക്വൽ സ്റ്റാറ്റസ് ആണ്. അതെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരാൾ വിളിക്കുമ്പോൾ ഭക്ഷണത്തിനോ അല്ലെങ്കിൽ ഇനി ഔദ്യോഗികമോ അല്ലാതെയോ ആയി കാണുന്നതിലൊന്നും ഒരു തെറ്റില്ല. ഗവർണറുടെ കാര്യത്തിൽ ഗവർണർ അവിടെ ഇരുന്നതാണല്ലോ കുറച്ചുകൂടി പ്രശ്നമായിട്ട് തോന്നുന്നത്. ഗവർണർ അവിടെ എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയൊന്നുമില്ല. കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് എപ്പോഴും പോസിറ്റീവായിട്ട് കാണണം നമ്മൾ. അതെ, ഗവർണർ അവിടെ ഇരിക്കുന്നത് രണ്ട് തരത്തിൽ ഈ സതീശനും ചെന്നിത്തലയ്ക്കും ഒക്കെ വ്യാഖ്യാനിക്കാം. ഒന്ന്, മറ്റേ നിർമ്മല സീതാരാമനെ പിണറായി വിജയനും CPM ഒക്കെ ആയിട്ട് അടുപ്പിക്കുന്നതിൽ ഗവർണർ ഇടനില വഹിക്കുന്നു. മറ്റേ ആരിഫ് മുഹമ്മദ് ഖാൻ പോയി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി നല്ല ബന്ധം ഉണ്ടാക്കാൻ ഒരു മൃദുല സ്വഭാവമുള്ള ഒരു ഗവർണറെ കിട്ടിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം കണ്ടറിയണം കോശി. അപ്പോൾ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാനായിട്ട് അങ്ങനെ. അപ്പോൾ ഞാനത് അന്വേഷിച്ചു, ഗവർണർ അങ്ങനെ വെറുതെ ഒരു ചർച്ചയ്ക്ക് ഇരിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഗവർണർമാരെ സംബന്ധിച്ച് അവരുടെ പ്രോട്ടോകോൾ അവർക്ക് തന്നെ വേവ് ചെയ്യാം, അത് അവരുടെ ഡിസ്ക്രിപ്ഷനാണ്. ഇതൊക്കെ നല്ല വിവരവും ബോധമൊക്കെ ഉള്ള ആളൊക്കെ തന്നെയാണ് ഈ നിർമ്മല സീതാരാമനും അതെ, അർലേക്കറും അതെ. അവരതൊക്കെ നോക്കിയും കണ്ടുനോക്കിയേ ചെയ്യുള്ളൂ. ഈ നേരത്തെ ഇപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ ഉത്തരം പറയുമ്പോൾ തന്നെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ് ആണ് ചെന്നിത്തല വീണ്ടും വിളിച്ചത്, ഇത്തവണ ശോഭിക്കുന്നുണ്ടോ എന്നറിയാനായിട്ട്. അത് ശോഭിച്ചില്ല. മിസ്റ്റർ എന്നാണ് വിളിച്ചതെന്ന് ഇത്തവണയാണ് മനസ്സിലായത്. കഴിഞ്ഞ പ്രാവശ്യം പുള്ളി വേറെന്തോ ആണെന്ന് കരുതി പോക്കാണ്, വേറെ ഏതോ ഭാഷ. അതെ അതെ. അപ്പോൾ അത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടു. അദ്ദേഹത്തിനോടും വരാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം വന്നു എന്നാണ് ഈ ഗവർണർ വന്ന ഭാഗത്തിനെ പറ്റി പിണറായി വിജയൻ പറഞ്ഞത്. അപ്പോൾ ഈ SFIO തുടങ്ങിയ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നൊക്കെ ഉള്ളത്, ഇത് നിതിൻ ഗഡ്കരിയെ പറ്റി പറയുന്നത് പോലെ തന്നെയാണ്. നിതിൻ ഗഡ്കരി CPMൻ്റെ സ്വന്തം ആളാണെന്ന് നിതിൻ ഗഡ്കരിയെ ഇഷ്ടമില്ലാത്ത BJPക്കാർ സ്വയം സേവകർ ഒക്കെ സാധാരണഗതിയിൽ പറയും. അപ്പോൾ എന്ന് പറയുന്നത് പോലെ
ഇവർ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി അങ്ങനെ രക്ഷപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് നിർമ്മലാ സീതാരാമൻ ഈ അന്വേഷണം പോലും ഒഴിവാക്കാമായിരുന്നു. ഇതിനു മുമ്പും കണ്ടിട്ടില്ലേ? അല്ല, അങ്ങനെ ഈ നേരത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വിളിച്ചിട്ട് ഈ അന്വേഷണമേ വേണ്ട എന്ന് തീരുമാനിക്കാമായിരുന്നു. എന്ത് വേണമെങ്കിലും. പക്ഷേ ഈ ജേക്കബ് തോമസ് ഇത് പറയുന്നത് എന്തിനാണ്? ജേക്കബ് തോമസ് BJPയുടെ വൈസ് പ്രസിഡന്റോ അങ്ങനെ എന്തോ വലിയ പോസ്റ്റ് ഉണ്ട് കേരള BJPയുടെ. അദ്ദേഹം ഇത് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് എന്തുകൊണ്ടാണെന്നാണ് മനസ്സിലാവുന്നത്. ജേക്കബ് തോമസ് എന്താണാവുക? പ്രോട്ടോകോൾ ലംഘനമൊക്കെ ഉണ്ടെങ്കിൽ ജേക്കബ് തോമസിന് പറയാം. ഒരു ന്യായമായ കാര്യമാണെങ്കിലും ജേക്കബ് തോമസിന് പറയാം. പക്ഷെ ജേക്കബ് തോമസിന്റെ പേര് ഈ സംസ്ഥാന പ്രസിഡന്റിന്റെ പേരിന്റെ കൂട്ടത്തിൽ വന്നിരുന്നു. അങ്ങനെ വന്നിരിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിന് കുറച്ചുകൂടി കനം വന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത്. അൾട്ടിമേറ്റ്ലി അത് അങ്ങനെ വരുമെന്ന് നമുക്ക് അറിയില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഹരിയാനയിൽ കണ്ടില്ലേ, 9 മേയർ സ്ഥാനം കിട്ടിയപ്പോൾ 7 മേയർ സ്ഥാനത്തും സ്ത്രീകളെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഡൽഹിയില് സ്ത്രീ. ഇങ്ങനെയൊക്കെ BJP അത്ഭുതകരമായ BJP അധ്യക്ഷയായി കേന്ദ്രത്തിൽ പോലും ഒരു സ്ത്രീ വരുമെന്ന് വാർത്തകളുണ്ടായിരുന്നു. അങ്ങനത്തെ വാർത്തകളും ഉണ്ട്. അത് ശരിയാണ്. കാരണം മറ്റേ നഡ്ഡ മന്ത്രിയായ സ്ഥിതിക്ക് മാറണമല്ലോ. എന്തായാലും അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞു. അങ്ങനെയും ഈ പറഞ്ഞ പോലെ ആളുകളുടെ പേരും ഒക്കെ വരുന്നുണ്ട്. ഇന്ന ആളായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകളുടെ പേരും ഒക്കെ ആ കൂട്ടത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ദേശീയ തലത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നുള്ളതിനെ പറ്റിയിട്ട് സത്യത്തിൽ ഇവർക്ക് ധാരണയൊന്നുമില്ല. രാജീവ് ചന്ദ്രശേഖറിന് പോലും ധാരണ. ഒന്നാമത് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ BJP പ്രസിഡന്റ് ആയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഏഷ്യനെറ്റും വെച്ചുകൊണ്ട് എത്ര കാലം അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് ഈ സമാധാനം. അദ്ദേഹം അന്നേരം നടപടി എടുക്കുമായിരിക്കും. അവിടെയോ ഇവിടെയോ എവിടെങ്കിലും അല്ല, എടുത്തല്ലേ പറ്റൂ. എടുക്കേണ്ടി വരും. പക്ഷെ അവിടുത്തെ സിസ്റ്റത്തിൽ, ഇന്നത്തെ സിസ്റ്റത്തിൽ ഒന്നും നടക്കില്ല. കാരണം ബിസിനസ്സാണത്. അതിങ്ങനെ പോകുന്നതാണ്. പരസ്യം കിട്ടാനും ഒക്കെ നല്ലത് നല്ല നിലയ്ക്കാണല്ലോ അത് കൊണ്ടുപോകുന്നത്. അല്ലാതെ BJPയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് BJPയുടെ പ്രസിഡന്റ് ആയിരിക്കുക, സ്വന്തം വ്യവസായ സ്ഥാപനം ഉപയോഗിച്ച് BJP തെറി പറഞ്ഞ് ലാഭം ഉണ്ടാക്കുക. അങ്ങനെ ഒരു ഭയങ്കരമായ ഈ ഷൈസോഫ്രൈനിക് അവസ്ഥ ഇദ്ദേഹം പ്രസിഡന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അദ്ദേഹം പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ BJP വിരുദ്ധ നിലപാട് ഏഷ്യാനെറ്റ് ഉപേക്ഷിക്കും. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആളുകളെയൊക്കെ മാറ്റേണ്ടി വരും. അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചാലോ? അങ്ങനെയൊക്കെ ആണെങ്കിൽ വലിയ അത്ഭുതമായിരിക്കും. അങ്ങനെ സംഭവിച്ചുകൂടായിരിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഒരു ജോലി വേണ്ടേ? ജോലി പോയില്ലേ? അപ്പോ കാരണം എന്തായാലും കേരളത്തിലെ BJP അധ്യക്ഷന്റെ പദവി അത്ര മോശം പദവിയൊന്നുമല്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ ഉള്ള സിംഗിൾ ലാർജസ്റ്റ് പാർട്ടികളിൽ 3-ാം സ്ഥാനത്ത് BJP ആണ്, അല്ലേ? CPM കോൺഗ്രസും BJP 24% കേരളത്തിൽ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടി BJP ആണ്. പിന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തകരുള്ള ഒരു പാർട്ടി CPM കഴിഞ്ഞാൽ, CPMന്റെ ഡെഡിക്കേഷനൊക്കെ പോയി, BJP ആണ്. അങ്ങനെ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി വരിക എന്ന് പറഞ്ഞാൽ ഒരു വലിയ അംഗീകാരമാണ്. അത് രാജീവ് ചന്ദ്രശേഖറിന് കിട്ടിയാൽ, അദ്ദേഹം ഒരു ടെക്നോക്രാറ്റൊക്കെ ആണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ പാർട്ടിയിൽ നിന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയുമായിരിക്കും. നമ്മളങ്ങനെ മുൻവിധികളൊന്നും വേണ്ട. പക്ഷേ അദ്ദേഹത്തിനൊരു പ്രതിബദ്ധം ഏഷ്യാനെറ്റാണ്. അതിനെ അദ്ദേഹം മെരുക്കുമോ അല്ലെങ്കിൽ അദ്ദേഹം മെരുങ്ങുമോ എന്നൊന്നും അറിയില്ല. ഏതായാലും അദ്ദേഹത്തിന് BJP അധ്യക്ഷൻ്റെ സ്ഥാനത്തിരിക്കണമെങ്കിൽ ഏഷ്യാനെറ്റിനെ ഒന്നെങ്കിൽ കൈയൊഴിയണം, അല്ലെങ്കിൽ അതിനെ അദ്ദേഹം കൈകാര്യം ചെയ്യണം. ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടാക്കുമെന്ന് നമ്മൾ പറയാതെ തന്നെ അദ്ദേഹത്തിന് അറിയാം. വിവരമുള്ള ആളാണല്ലോ. അതെ. ഇനി ഈ നിർമ്മലാ സീതാരാമൻ, ഗവർണർ പിണറായി, ആ ചർച്ച ഞാനിത് കേട്ടില്ല സാറ് പറയുന്നത്. ഞാനിങ്ങനെ സ്വപ്നം കാണുമായിരുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കവർ സ്റ്റോറിയിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന 11 വർഷം കൊണ്ട് രാജ്യത്തുണ്ടായ അഭൂതപൂർവമായ വളർച്ചയെക്കുറിച്ച് സിന്ധു സൂര്യകുമാർ സംസാരിക്കുന്നു. എനിക്ക് രോമാഞ്ചം വരുന്നത്. അതൊക്കെയാണ് നമ്മളിനി കാണുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ലഡ്ഡു പൊട്ടുന്ന അവസ്ഥകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ആരോപണം ഉണ്ടല്ലോ, നിർമ്മലാ സീതാരാമൻ ഇതൊക്കെ ചെയ്തു കൊടുക്കുമായിരിക്കും, മറ്റേ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ചില ആളുകളൊക്കെ ഊരി കൊടുക്കുമായിരിക്കും എന്നൊക്കെയുള്ള, ആ ഗവർണർ അങ്ങനെ ഇരുന്നത് അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ജയപ്രഭാഷ് എന്ന് പറഞ്ഞ ആളാണ് ഈ തിയറി ആദ്യം കൊണ്ടുവന്നത്. അദ്ദേഹം ഇടതുപക്ഷത്തോടു കൂടി ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഇടതു ഭരണമാണ്. മറ്റേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ
ഒരു സർവേ പോലെയൊക്കെ പുള്ളി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ഇടതുപക്ഷം ഉറപ്പായിട്ടും ജയിക്കുമെന്ന് സ്ഥിരമായി പറയുന്ന ഒരാളാണ്. പ്രോ വി സി അങ്ങനെ എന്തോ ഒരു സ്ഥാനം ഉണ്ടായിരുന്നല്ലോ കേരള യൂണിവേഴ്സിറ്റിയിൽ, അതൊക്കെ ഇടതുപക്ഷമൊക്കെ കൊടുത്താണ്. അദ്ദേഹം ഹിന്ദുവിലാണ് ഈ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നത്. അത് പിന്നെ കോൺഗ്രസ്സുകാരൊക്കെ തോണ്ടിയെടുത്താണ്. ഇനി ഇങ്ങനെ ബി ജെ പിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഈ ആരോപണം ഉന്നയിക്കുന്നത് സന്തോഷത്തോടു കൂടിയേ കാണാൻ പറ്റുള്ളൂ. കാരണം അത് ഒന്നുകിൽ കോൺഗ്രസിനെതിരായിരിക്കും, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരായിരിക്കും. ഇപ്പോൾ CPM-നെതിരെ കോൺഗ്രസ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടും ബി ജെ പിയുടെ ശത്രുക്കളാണല്ലോ. രണ്ടിനും ശരിപ്പെടുത്തിയിട്ട് വേണം വോട്ട് നേടാൻ. പിന്നെ മറ്റേ മോദി ഫാഷിസ്റ്റ് അല്ല എന്ന് പാർട്ടി കോൺഗ്രസിൻ്റെ കരട് പ്രമേയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പ്രായോഗിക തലത്തിൽ തെളിയിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരം പ്രാതൽ ചർച്ചകൾ ഒന്നുകൊണ്ട് അവസാനിപ്പിക്കാൻ പാടില്ല. അതെ, തീർച്ചയായും സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഈ തമിഴ്നാട്ടിൽ കളിക്കുന്ന വൃത്തികെട്ട കളിയല്ല, വളരെ പോസിറ്റീവായി കൺസ്ട്രക്റ്റീവായിട്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും യോജിക്കുകയും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുമിച്ച് പോകാവുന്ന മേഖലകളിലെല്ലാം ഐക്യത്തോടെ കൈകോർത്ത് പിടിച്ച് കേരളത്തിൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ ഫലമുണ്ടാക്കാൻ പിണറായി വിജയന് കഴിയട്ടെ. അതെ അതെ, നമ്മുടെ ആളാണ് പിണറായി എന്ന് മോദി പറഞ്ഞില്ലേ, എപ്പോൾ വേണേലും വരാം എന്ന് ആദ്യ ടൈമിൽ പറഞ്ഞതാണ്. മാത്രമല്ല അങ്ങനെ അതാണ് അതിൻ്റെ ശരി. എന്താന്ന് വെച്ചാൽ BJP-യുടെ നയം എന്ന് പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതമാണ്. അപ്പൊ കോൺഗ്രസ് മുക്ത കേരളം ഉണ്ടാകുന്നത് വരെ പിണറായി വിജയൻ ആവുന്നത്ര മുഖ്യമന്ത്രിയായി ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് BJP-യെ സംബന്ധിച്ചിടത്തോളം നല്ല നയമായിട്ട് വരുന്നത്. അപ്പം പിണറായി വിജയൻ, ഞാനത് പൊളിറ്റിക്സ് അല്ല ഞാൻ പറഞ്ഞത്, സംസ്ഥാനത്തിന് ഗുണമുണ്ടാകുന്ന കാര്യമാണ് ഞാൻ അതാണ് പറയുന്നത്. അപ്പൊ ആ ഭാഗത്ത് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ആ പിൽഗ്രിമേജ് ടൂറിസം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ക്ഷേത്രങ്ങളുമൊക്കെ കേന്ദ്രമാക്കി തീർത്ഥാടന, അല്ലാതെ ഈ കടക്കൽ ക്ഷേത്രം പോലുള്ള പരിപാടികളിൽ നിന്നൊക്കെ വിട്ടിട്ട് സനാതന ധർമ്മം വേണ്ട വിധം പുലരാവുന്ന രീതിയിൽ പിണറായി വിജയൻ്റെ ഒരു മാറ്റം ഉണ്ടായാൽ അതും കൂടി ഇപ്പൊ CPM കൈയാളുന്ന മൃദു ഹിന്ദുത്വയെ സഹായിക്കും. അതാണ് രാഷ്ട്രീയം. തീർച്ചയായിട്ടും ഒരു കാര്യം പറയാം, നിർമ്മലാ സീതാരാമൻ പ്രോട്ടോകോൾ ലംഘിച്ചൊന്നും പോയിട്ടില്ല, അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്, അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തി രാവിലെ 2 ഇഡ്ഡലി കഴിച്ചു എന്നതുകൊണ്ട് തൻ്റെ ഐഡിയോളജി ഒന്നും വിറ്റ് കാശാക്കുന്ന ആളല്ല നിർമ്മലാ സീതാരാമൻ. SFI അന്വേഷണം അതിൻ്റെ വഴിക്ക് പോകും. നിർമ്മല ചിലപ്പോൾ ഒരു കപ്പ് കാപ്പി പിണറായി വിജയൻ്റെ കൂടെ ഇരുന്ന് കുടിച്ചിരിക്കാം. പിന്നെ മോദി അവിടെ ഇരിക്കുമ്പോൾ ഇവരൊക്കെ വിചാരിച്ചാൽ ഇങ്ങനെ സംഗതി മോദി അറിയാതെ അട്ടിമറിക്കാൻ പറ്റും. അതെ. നാലാമത്തെ കാര്യം, കേന്ദ്രവും സംസ്ഥാന സർക്കാരും നിരന്തരം യുദ്ധത്തിലാവണം എന്ന് ആഗ്രഹിക്കുന്നത് ചില ആളുകളുടെ സ്വകാര്യ താല്പര്യമാണ്, സംസ്ഥാനത്തിൻ്റെ താല്പര്യമല്ല. പിണറായി വിജയൻ അത് മനസ്സിലാക്കി കേന്ദ്രവുമായി സഹകരിച്ചു പോകണം, എങ്കിലേ ഇനി സംസ്ഥാനത്തിന് ഭാവിയുള്ളൂ എന്നൊരു തിരിച്ചറിവിലേക്ക് എത്തിയെങ്കിൽ അതിനെ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്. അതെ, അല്ലെങ്കിൽ അത് തെലങ്കാനയുടെയും ഹിമാചൽ പ്രദേശിൻ്റെയും അവസ്ഥയിലേക്ക് താഴും. ഇപ്പോൾ ആശാവർക്കർമാരുടെ സമരം ഇവിടെ നടക്കുകയാണല്ലോ. രേവന്ത് റെഡ്ഡി പിണറായി നിർമ്മലാ സീതാരാമനോട് പറഞ്ഞിട്ടില്ല. കാരണം ഒന്നും തരാനില്ല, ഒന്നുമില്ല. രേവന്ത് റെഡ്ഡി ഇന്നലെ പറഞ്ഞു അവിടെ ആശാവർക്കർമാർക്ക് ശമ്പളം കൊടുക്കാനായിട്ട് പൈസ ഇല്ല, അവിടെ ഖജനാവ് പൂട്ടിയിരിക്കുക. ഹിമാചൽ പ്രദേശ് പോലെയാണ് ഇപ്പോൾ രേവന്ത് റെഡ്ഡിയുടെ സംസ്ഥാനം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.